ഗുഡ് മോർണിംഗ് ഫോക്സ്. നമുക്കിന്ന് ചോതി നക്ഷത്രത്തിൻ്റെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം. റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ പരിചയക്കാരാണെങ്കിലും ചോതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് സ്പ്രെഡ് ചെയ്യാം. ഞാൻ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, അതായത് ഞാൻ വീഡിയോസ് റെഗുലറായിട്ട് ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത് സത്യം തന്നെയാണ്. ഞാൻ വീഡിയോസ് റെഗുലറായിട്ട് എനിക്ക് ഇടാൻ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, അതായത് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുകയാണെങ്കിൽ ഒരു ഗുണമുണ്ട്, ഇത്ര ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എടുക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുള്ള കാര്യമാണോ ചെയ്യണത് എന്നുള്ളൊരു സംശയം. അപ്പോൾ എനിക്കും പെട്ടെന്നൊരു ആശങ്കയായി. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടോ സബ്സ്ക്രിപ്ഷൻ കൂടാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ തുടങ്ങിയത്. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഗുണം ആർക്കെങ്കിലും ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് അങ്ങനെ 2-3 പേര് ചോദിച്ചപ്പോൾ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി, ഇത് ചെയ്യണോ, ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളൊരു സംശയം വന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് അധികം വീഡിയോസ് ഇടാത്തത്. കാരണം ആർക്കും ഗുണം ഇല്ലാത്ത ഒരു കാര്യമാണോ എന്നൊരു ഡൗട്ട് വന്നുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, കാരണം അതെനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും, നിങ്ങൾ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അത് കാണുമ്പോൾ എനിക്ക് ഓക്കെ, എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടായല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഏതൊക്കെ കാർഡ്സാണ് വന്നിട്ടുള്ളത് നോക്കാം. റിവേഴ്സ് എന്നുള്ള കാർഡ്, സ്ട്രെങ്ത് എന്നുള്ള കാർഡ് റിവേഴ്സിൽ, ലവേഴ്സ് എന്നുള്ള കാർഡ് ആദ്യത്തെ റിവേഴ്സിൽ, സ്ട്രെങ്ത് എന്നുള്ള കാർഡ്, പിന്നെ ഹാങ്ഡ് മാൻ റിവേഴ്സിൽ, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സിൽ, ദ വേൾഡ് എന്നുള്ള കാർഡ് റിവേഴ്സിൽ, 8 ഓഫ് സ്വോർഡ്സ്, ക്വീൻ ഓഫ് സ്വോർഡ്സ്, പേജ് ഓഫ് വാൺസ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ, അതായത് നിയർ പാസ്റ്റിൽ കുറച്ച് ഹാപ്പി ആയിരുന്നു. എസ്പെഷ്യലി നിങ്ങൾക്ക് കുറേ ആൾക്കാർ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പാർട്ട്നേഴ്സിൻ്റെ ആവാം, ഓഫീസിലാവാം, ഫാമിലി മെമ്പേഴ്സിൻ്റെ ആവാം. എന്തായാലും നല്ല ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് കാലം മുമ്പ്, നിയർ പാസ്റ്റിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശക്തി കൊണ്ട്, ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ടല്ല അത് സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് എന്നാണ് ഈ സെക്കൻഡ് കാർഡ് പറയുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഇൻ്റലക്ച്വലി, അതായത് കുറച്ച് ബുദ്ധിപരമായിട്ട് വേറെ രീതിക്ക്, തിങ്ക് ഡിഫറെൻ്റ്ലി, നമ്മൾ വേറെ രീതിക്ക് ചിന്തിച്ച് നമ്മൾ ചെയ്യണം. നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റിയ ഒരു പ്രശ്നമല്ല നിങ്ങളുടെ ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയുന്നത്. അത് എന്താണ് ഇഷ്യൂ എന്ന് എനിക്കറിയില്ല. എന്ത് ഇഷ്യൂ ആണെങ്കിലും ഫിസിക്കലായിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയൊരു ഇഷ്യൂ അല്ല. അത് ആലോചിച്ച് ബുദ്ധിപരമായിട്ട് മൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുറച്ച് ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണ് അത്. പിന്നെ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ദ ഹാങ്ഡ് മാൻ എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കരുത്. അതായത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തോ ഒരു പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയ പ്രശ്നമല്ല. നിങ്ങളത് വേറെ രീതിക്കൊന്ന് ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അതായത് നോർമലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന രീതിക്കല്ല. കാരണം ഹാങ്ഡ് മാൻ എന്നുള്ള കാർഡ് അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊന്ന് മാറി ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണം. 2 മീനിങ് ആവാം. ഒന്നില്ലെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള മാറി ചിന്തിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല അതിനു വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അതിനുവേണ്ടി പ്രവർത്തിക്കണം, നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യണം, നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ എന്നാണ് പറയുന്നത്. 4th കാർഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്, റിവേഴ്സിലാണ് വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ചെറിയ രീതിയിൽ എന്നാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉണ്ടാവും നിങ്ങൾക്ക്. പിന്നെ നെക്സ്റ്റ് കാർഡ് ദ വേൾഡ് എന്നുള്ള കാർഡ് റിവേഴ്സിലാണ്. നിങ്ങളുടെ എൻവയോൺമെൻറ്റും നിങ്ങൾക്ക് അത്ര ചിലപ്പോൾ സപ്പോർട്ടീവായിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യമോ അതിനനുകൂലമായിട്ട് വരണം എന്നില്ല. ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാം. സാഹചര്യം നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരാം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു പ്രശ്നമല്ല. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോയാൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഒരു സാഹചര്യമൊന്നും അനുകൂലമായിട്ട് വരില്ല എന്നാണ് കാർഡ്സ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ വളഞ്ഞ വഴി എന്നല്ല ഉദ്ദേശിക്കുന്നത്, വേറെ രീതിക്ക്, തിങ്ക് ഡിഫറെൻ്റ്ലി, വേറെ രീതിക്ക് ഇത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാമെന്നുള്ളത് നോക്കണം എന്നുള്ളതാണ് പറയുന്നത്.
നെക്സ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ 8 ഓഫ് സ്വാർട്സ്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചിലപ്പോൾ ഫൈനാൻഷ്യൽ ആണെങ്കിലും അല്ലെങ്കിൽ ജോലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ അതൊന്നും കാണുന്നില്ല, നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതൊന്നുമല്ല, ഒറ്റ രീതിക്ക് തന്നെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അത് മാറി ചിന്തിക്കണം എന്നാണ് പറയുന്നത്. കണ്ടോ, ഈ കാർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ സ്പോർട്സ് ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. പക്ഷേ ഇയാളിവിടെ ബ്ലൈൻഡായിട്ട് കണ്ണടച്ച് നിൽക്കുകയാണ്, അതൊന്നും കാണാതെ. അതായത് നമ്മൾ ഒറ്റ രീതിക്ക് തന്നെ, നമ്മുടെ ഈഗോ ആയിരിക്കാം ചിലപ്പോൾ, ആ ഈഗോനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ വേറെ രീതിക്ക് ചിന്തിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ചിലപ്പോൾ ഈഗോ ആയിരിക്കും നമ്മൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുമല്ലോ, ശരി എന്നാൽ നമുക്ക് നോക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നുള്ള. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല, ഒരു കാര്യം സ്ട്രക്കായി നിൽക്കും. അതൊന്നും മാറി ചിന്തിക്കണം. വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ചുറ്റുണ്ട് നിങ്ങളുടെ, അതിലേതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ സഞ്ചരിക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ക്വീൻ ഓഫ് സ്പോർട്സ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലത് തന്നെയായിരിക്കും, കാരണം നിങ്ങൾക്ക് വളരെ പോസിറ്റീവാണ് കാർഡ്. ഇനി വരാൻ പോണ നെക്സ്റ്റ് മാസം പ്രത്യേകിച്ച് ജോലിയിലും അതുപോലെ തന്നെ ഇൻ്റലക്ച്വലായിട്ട് നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനമോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ഹെൽത്തും ഫൈനാൻഷ്യലും അല്ല പറയണത്, അതല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഒരു വിദ്യാഭ്യാസമോ ഒക്കെ ആണെങ്കിൽ നല്ലത് തന്നെയാണ്. അതുപോലെ ഇനി എന്താണ് ചെയ്യണം, ചിലപ്പോൾ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടോ അങ്ങനെ വല്ല പ്രശ്നമാണെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണ് അത് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. കാരണം പേജ് ഓഫ് ബോൺസ് ആണ് വന്നിട്ടുള്ളത്. ജോലിയായിട്ട് ബന്ധപ്പെട്ടോ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഉള്ള പ്രശ്നമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് അനുസരിച്ച്, അതായത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പാഷൻ ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്യാനാണ് ഈ ലാസ്റ്റ് കാർഡ് പറയണത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കുറച്ച് സാലറി കൂടിയ ഒരു ജോലി ഉണ്ടാവും, മറ്റേത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ഉണ്ടാവും സാലറി കുറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാലറി കൂടിയത് ചൂസ് ചെയ്യാണ്ട് സാലറി കുറഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെ വിദ്യാഭ്യാസമാണെങ്കിലും ചിലപ്പോൾ വളരെ പ്രോസ്പെക്ട്സ് ഉള്ള ഒരു കോഴ്സ് ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കോഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രോസ്പെക്ട്സ് ഉള്ള കോഴ്സ് പോകേണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാമെന്നാണ് കാർഡ്സ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാർഡ് റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ യുവർ ടൈം.